ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കുട്ടിക്കാനം പീരുമേടുള്ള സഹ്യാദ്രി ആയുർവേദയിലാണ്. സഹ്യാദ്രി ആയുർവേദയിലെ ഡോക്ടർ സുദീപ് അഗസ്റ്റിൻ ഇപ്പം നമ്മളൂടെ ഉണ്ട്. ആയുർവേദത്തെ പറ്റിയും അത് പ്രത്യേകിച്ച് സഹ്യാദ്രി ട്രീറ്റ്മെൻറ്റിൻ്റെയും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പറ്റി പറയാനാണ് ഡോക്ടർ നമ്മളിപ്പോൾ ഉള്ളത്. ഡോക്ടർ വെൽക്കം. നമസ്കാരം. ഓക്കെ. ഡോക്ടർ, ആദ്യമായിട്ട് തന്നെ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ആയുർവേദം എന്നുള്ളതാണ്. പലരും ആയുർവേദം പലത് വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. ശരിക്കും എന്താണ് ആയുർവേദം, അതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു ഡെഫിനേഷൻ പോലെ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിലും ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സാധാരണ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ. പ്രത്യേകിച്ച് മലയാളികൾക്ക് ആയുർവേദത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എന്നാണ് പൊതുജനങ്ങൾക്കിടയിൽ ഒരു ധാരണ. ഓക്കെ. എന്നാൽ നമ്മൾ ചോദിക്കുമ്പോൾ ആയുർവേദം എന്താണെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി വളരെ വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു ട്രഡീഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ചികിത്സാ രീതി, അല്ലെങ്കിൽ പച്ചില കൊണ്ടുള്ള ചികിത്സാ രീതി എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ആയുർവേദത്തിൻ്റെ ഒരു വ്യാപ്തി അങ്ങനെ ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലോ അല്ലെങ്കിൽ ഒരു പേജിലോ പോലും പറയാൻ പറ്റില്ല നമുക്ക്. ശരിക്കും ആയുർവേദം എന്നുള്ള രണ്ട് വാക്കുകളുടെ യോജിപ്പാണ്. ആയുർ അല്ലെങ്കിൽ ആയുസ്സും വേദം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നാണ് അർത്ഥം. അതായത് ഏറ്റവും ശരിയായ അറിവാണ് വേദം. അപ്പോൾ ആയുസ്സിനെ സംബന്ധിച്ചുള്ള അറിവിനെ കുറിച്ചാണ് ആയുർവേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൻ്റെ ഒരു ഉൽപ്പത്തിയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് അതായത് BC-കളിൽ തന്നെ ആയുർവേദം വന്നിട്ടുണ്ട്. നമ്മുടെ വേദിക് കാലഘട്ടങ്ങളിലുണ്ട്. അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ടാണ് ആയുർവേദത്തെ കണക്കാക്കുന്നത്. അത്രയും പാരമ്പര്യമുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ആയുർവേദം ഒരു ചികിത്സാ രീതി മാത്രമല്ല, ആരോഗ്യപരമായി എങ്ങനെ ജീവിക്കണം എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു ജീവിത രീതിയും കൂടെയാണ് ആയുർവേദം എന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ രാവിലെ എപ്പോൾ എണീക്കണം, എന്തൊക്കെ ചെയ്യണം, ഓരോ ദിവസത്തെയും നമ്മൾ കാര്യങ്ങൾ എപ്പോൾ കുളിക്കണം, എണ്ണ തേക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പല്ല് തേക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇതെല്ലാം വളരെ സമഗ്രമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ദിനചര്യ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഋതുചര്യ എന്നൊരു ഭാഗമുണ്ട് ആയുർവേദത്തിൽ. അത് 6 സീസണുകളുണ്ട്. നമ്മുടെ ഓരോ സീസണുകളിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് ടൈപ്പ് ആഹാരങ്ങൾ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം, അങ്ങനെ വ്യായാമത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് വളരെ വിപുലമായിട്ട് ആയുർവേദത്തിൽ വിവരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആയുർവേദ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ അസുഖമില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. ധർമ്മ അർത്ഥ സുഖ സാധനങ്ങൾ, അതാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. അത് ജീവിതത്തിൻ്റെ മോക്ഷം വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ദീർഘമായ ആയുസ്സാണ് ആവശ്യമെന്നും ആ ആയുസ്സിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് ആയുർവേദം എന്നാണ് യഥാർത്ഥത്തിൽ ആയുർവേദത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. തന്നെയല്ല ആയുർവേദത്തെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വസ്ഥൻ, അതായത് ആരോഗ്യപരമായ ജീവിത രീതികളുള്ള ആരോഗ്യപരമായ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ ആരോഗ്യം നിലനിർത്തി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന സ്വസ്ഥവൃത്തം എന്നൊരു ഭാഗവും, രോഗങ്ങൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് അസുഖങ്ങൾ വരാം. സീസണലായിട്ടുള്ള ചേഞ്ചുകൾ, വൈറൽ ഫീവറുകളൊക്കെ നമുക്ക് വരാം. നമ്മുടെ ആഹാര രീതികളിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് അസുഖം വരാം. അങ്ങനെ അസുഖങ്ങൾ വന്നാൽ അതിനെ എങ്ങനെ ചികിത്സിക്കണമെന്നും അതുവഴി എങ്ങനെ ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്താം എന്ന് പറയുന്ന ആതുരവൃത്തം, ഇങ്ങനെ 2 ഭാഗങ്ങൾ ചേർന്നാണ് യഥാർത്ഥത്തിൽ ആയുർവേദം എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കേരള ഹിസ്റ്ററി ഒക്കെ എന്തുമാത്രമാണ് ഈ ആയുർവേദം ലിങ്ക് ആയിട്ടുള്ളത്? ഇപ്പം വിദേശികളാണ് പലപ്പോഴും കേരള എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർക്കുന്നത് ഈ ആയുർവേദത്തെ പറ്റിയൊക്കെയാണ്. എന്തുമാത്രമാണ് ഹിസ്റ്ററിയുടെ ലിങ്ക് ആയിരിക്കുന്നത് കേരളമായിട്ട് എന്ന് പറയുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം മലയാളികളെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ സ്കൂളുകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നൊരു വളരെ തെറ്റായൊരു കാഴ്ചപ്പാടും കൂടെയാണ് തോന്നുന്നത്. നമ്മുടെ പുതുതലമുറയ്ക്ക് ആയുർവേദത്തെക്കുറിച്ച് എത്രത്തോളം അറിയാം എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആയുർവേദത്തിൻ്റെ ഒരു പാരമ്പര്യം, കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യം വളരെ മികച്ചതാണ്. അഷ്ടവൈദ്യ പാരമ്പര്യം മുതൽ നമ്മളങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ തന്നെയല്ല, ആയുർവേദ ശാസ്ത്രത്തിന് കേരളത്തിൻ്റെതായ വളരെയധികം സംഭാവനകളുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ കിഴികൾ, ധാരകൾ, ശിരോധാര മുതലായവയൊക്കെ കേരളീയ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേക സംഭാവനകളാണ്. ആയുർവേദത്തിലേക്കുള്ള ഒരു സംഭാവനകൾ തന്നെയാണ്. അതുപോലെ ഈ ഇലക്കിഴികൾ, പലതരത്തിലുള്ള കിഴികൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുകളെ വയലേറ്റ് ചെയ്ത് അടിസ്ഥാന ചികിത്സാ സിദ്ധാന്തങ്ങളെ ഊന്നി പിടിച്ചുകൊണ്ട് തന്നെ കേരളീയ വൈദ്യന്മാർ ഡെവലപ്പ് ചെയ്തെടുത്ത ചികിത്സാ രീതികളാണ്. അതൊക്കെ തന്നെയാണ് കേരളത്തെ ആയുർവേദത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ രീതിയിലേക്ക് മാറ്റിയത്. മറ്റൊന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ.
ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥ വളരെ വ്യത്യസ്തമാണ്. മുമ്പേ നമ്മൾ ഒരു 6 ഋതുക്കളുടെ സീസണുകളുടെ കാര്യം പറയും. അത് ശരിക്കും നോർത്ത് ഇന്ത്യയിലാണ് അങ്ങനെ അത്ര ഒരു സീസൺ പ്രകടമാകുന്നത്. നമുക്ക് ശരിക്കും 2 കാലമേ ഉള്ളൂ, മഴക്കാലവും വേനൽക്കാലവും. അല്ലാതെ ഈ പറയുന്ന വസന്തകാലങ്ങളിലൊക്കെ നമുക്ക് വളരെ അങ്ങനെ നമുക്കൊരു എവിഡൻ്റായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതും നമ്മുടെ ചികിത്സാ പദ്ധതിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കർക്കിടക ചികിത്സ മുതലായവ ശരിക്കും ആ ഒരു കൺസെപ്റ്റിൽ നിന്നുണ്ടായതാണ്. കാരണം ആ ചൂടുകാലം കഴിഞ്ഞ് വരുന്ന മഴയാണ്. ആ സമയത്ത് വളരെ ശക്തമായ മഴ പെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ കാര്യമായി നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഭൂമിശാസ്ത്രമായ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ധാരാളം മരുന്നുകൾ, ഹെർബൽ മരുന്നുകളുടെ ഒരു കലവറ തന്നെയാണ് കേരളം എന്ന് പറഞ്ഞാൽ. പച്ചമരുന്നുകൾ, അപ്പോൾ ഒരു ഗൃഹവൈദ്യം പോലെ ഒക്കെ നമ്മുടെ പണ്ട് അമ്മമാരൊക്കെ ഒരു പനി വന്നാൽ തുളസിക്കാപ്പി അല്ലെങ്കിൽ ചുക്ക് കാപ്പി മുതലായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചികിത്സയുണ്ടായിരുന്നു. അത് ആയുർവേദത്തിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റായ ഫോം, ഏറ്റവും ലഘുവായ ആയുർവേദ രീതിയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദം മലയാളികളുമായിട്ട് അത്രത്തോളം ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര രീതിയോ ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഡൗട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയുർവേദം ഇപ്പം കുറച്ചേറെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതായത് പല പല ആയുർവേദ ഹോസ്പിറ്റലുകൾ കാണാറുണ്ട് കേരളത്തിൽ, പല പല നാട്ടുവൈദ്യന്മാരെ കാണാറുണ്ട്. അങ്ങനെ കുറേയേറെ വൈദ്യന്മാരും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ കോഡ് ഓഫ് കണ്ടക്റ്റോ ഇല്ല എത്തിക്സോ അങ്ങനത്തെ കാര്യങ്ങൾ പോലെ നമ്മൾ ഫോളോ ചെയ്യണം, അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും. അതായത് ആയുർവേദത്തിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ചികിത്സ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ബുക്കുകളാണ് അഷ്ടാംഗഹൃദയം, സുശ്രുത സംഹിത, ചരക സംഹിത. ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ക്ലാസിക്കുകൾ എന്ന് അറിയപ്പെടുന്ന ഈ 3 ബുക്കുകളാണ് നമ്മൾ ബേസായിട്ട് നമ്മുടെ കരിക്കുലത്തിൽ നമ്മൾ പഠിച്ചിറങ്ങുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചികിത്സയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അടിസ്ഥാന സിദ്ധാന്തങ്ങളോടൊപ്പം തന്നെ സദ്വൃത്തം എന്നൊരു ഭാഗം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതൊരു കോഡ് ഓഫ് കണ്ടക്റ്റുകളാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഉദാഹരണമായി പറയുന്നത്, നമ്മുടെ അടുത്ത് വരുന്ന ഒരു രോഗിയെ സ്വന്തം മകനെന്ന രീതിയിൽ ചികിത്സിക്കണമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഒരിക്കലും നമ്മുടെ സ്വന്തം മക്കളോട് ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ അവർക്കൊരു ഹാനികരമാകുന്ന രീതിയിലൊന്നും ചെയ്യില്ല. അത് തന്നെയാണ് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വന്തം മകനെന്ന രീതിയിൽ ചികിത്സിക്കുക എന്നൊക്കെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. അത്ര സഹതാപോ അല്ലെങ്കിൽ അനുകമ്പാപൂർവം വേണം രോഗികളോട് പെരുമാറേണ്ടതെന്നും അവർക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതുമാണ് ആയുർവേദത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു കാര്യം. രണ്ടാമത് ഇപ്പോൾ ചോദിച്ചൊരു ഇതിൻ്റെ അകത്ത് ഈ കാലത്തിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ വൈദ്യന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ പലപ്പോഴും ഇപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ ആയുർവേദത്തെ ചീത്തയാക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം ഇവിടുന്ന് പറഞ്ഞു കേട്ട പല അറിവുകളും സത്യമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുകയും അത് വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് ശരിക്കും അത് നശിപ്പിക്കുന്ന ആയുർവേദത്തെയാണ്. ശരിക്കും ഞങ്ങളൊക്കെ 5.5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് BAMS ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി നമ്മുടെ എൻട്രൻസ് എഴുതി പാസ്സായി അതിൽ നിന്ന് മെറിറ്റ് സീറ്റിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റിലോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച് പാസ്സായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് അനാട്ടമി, ഫിസിയോളജി മുതലായ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്റേസ് ഉണ്ട്, MRI കുറിച്ചുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ, മോഡേൺ ആയിട്ട് എല്ലാ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് റിപ്പോർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചികിത്സ വരുമ്പോൾ അത് ആയുർവേദ സിദ്ധാന്തങ്ങളെ ഊന്നിക്കൊണ്ടാണ്, ആയുർവേദ മരുന്നുകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ചികിത്സിക്കുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവരുടെ വിധിയുണ്ട് നമുക്ക്. അതായത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം. കേരള ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമാണ് ചികിത്സിക്കാൻ അധികാരമുള്ളത്. അത് നാഷണൽ രജിസ്ട്രേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അത് വളരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറേ കേസുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിരുന്ന സംഭവങ്ങളാണ്. ശരിക്കും അത് പൊതുജനങ്ങളുടെ ഒരു അറിവിലേക്കാണ് പറയുന്നത്. നമുക്കൊരു ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ക്ലെയിം പോലും ചെയ്യാൻ പറ്റില്ല ഒരു വ്യാജ വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയാൽ. അപ്പോൾ അതൊരു രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം എന്നുള്ളത് സുപ്രീം കോടതി വരെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മുട്ടുവേന അല്ലെങ്കിൽ ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും നാട്ടുവേദിൻ്റെ അടുത്ത് ഓടിപ്പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ തേക്കുക എന്നുള്ളതല്ല, അംഗീകൃതമായ സ്ഥലങ്ങളിൽ തന്നെ പോയി തീർച്ചയായിട്ടും അംഗീകൃതമായ സ്ഥലങ്ങളിൽ നിങ്ങളത് ചെക്ക് ചെയ്യണം. അതായത് രജിസ്റ്റർ നമ്പർ
ഉണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ആണോ മെഡിക്കൽ കൗൺസിലിൽ ഉള്ളതാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഉൾപ്പെടെയുള്ള എല്ലാ സാമഗ്രികളും കയ്യിലുണ്ടല്ലോ. അത് ഒരു ക്ലിക്കിൽ നമുക്ക് അറിയാൻ പറ്റും ആണോ ഇല്ലയോ എന്നുള്ളത്. തന്നെയല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന മുട്ടുവേദനയൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് ഒരു മുട്ടുവേദന ഉണ്ടാകും. ഇപ്പം ക്യാൻസർ പോലും ആകാം. അപ്പോൾ അതിനെ ഒരു പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് സയൻസ് ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർക്ക് ഒരു പ്രോട്ടോകോൾസ് ഉണ്ട്. അവരുടെ സയൻസിനെ ബേസ് ചെയ്തൊരു പ്രോട്ടോകോളുണ്ട്. അതിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, അതിന് എന്ത് ചികിത്സ കൊടുക്കണം എന്നൊക്കെ. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ സർജറി ഇമ്മീഡിയറ്റ്ലി ഇപ്പം നമ്മുടെ OP ക്ലിനിക്കുകളിൽ ഒരു പേഷ്യൻ്റ് വയറുവേദനയായി വന്നു, അത് നമുക്കൊരു അപ്പൻഡിസൈറ്റിസ് ആയിട്ട് സംശയം തോന്നിയാൽ നമ്മൾ ഉടൻ തന്നെ അയാളെ റെഫർ ചെയ്യുക ചെയ്യും. കാരണം അതിൻ്റെ ഇമ്മീഡിയറ്റ്ലി സർജറിയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സ അതെന്തുമായിക്കോട്ടെ രോഗികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഡോക്ടർ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആയുർവേദവും മറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് സെക്ടൻസും എന്നുള്ള വ്യത്യാസം എന്തായിരിക്കും? പലതരം സ്ട്രീംസ് നമുക്കുണ്ട് ട്രീറ്റ്മെൻറ്റിന്. ആയുർവേദത്തിന് വേറൊരു ശൈലിയും കാര്യങ്ങളുമാണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ വ്യത്യാസം എന്താണ് എന്ന് പറയാം? അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ജീവിതമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സയൻസാണ് ആയുർവേദം എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ചികിത്സാ പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എപ്പോഴും ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജനനം മുതൽ മരണം വരെയുള്ള ആ കാലഘട്ടം ആയുസിൻ്റെ വേദം എന്നാണ് ആയുർവേദം എന്നൊരു ഡെഫിനേഷൻ അതിന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നോർമലി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാകാം. ഇപ്പോൾ ജരാനരകൾ വരും, പ്രായമാകുമ്പോൾ വന്നിരിക്കും അല്ലേ, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ പോലും അതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് കൂടെ ആയുർവേദത്തിലുണ്ട്. അതൊരു ആയുർവേദത്തിൻ്റെ ഒരു 8 ചികിത്സാ വിഭാഗങ്ങളിൽ, രസായനം, വാചീകരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സാ വിഭാഗങ്ങൾ അതിനെയാണ് ഊന്നി പറയുന്നത്. പിന്നെ മറ്റുള്ള ചികിത്സാ രീതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയുർവേദത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാലും ആയുർവേദം ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കണ്ടിട്ടാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ കണ്ണിനൊരു അസുഖം വരുന്നത് കൊണ്ട് അത് ആ മനുഷ്യൻ്റെ കണ്ണിനെയാണ് ചികിത്സിക്കുന്നത്, കണ്ണിനെ മാത്രമായിട്ട് അല്ല. അല്ലെങ്കിൽ വയറിനൊരു അസുഖം വരുമ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ആ മനുഷ്യനെ മൊത്തത്തിൽ കണ്ട് ആ മനുഷ്യന് എന്ത് ചികിത്സ നൽകണമെന്ന് ചിന്തിച്ചിട്ടാണ് ആയുർവേദം മുമ്പോട്ട് പോവുക. ചിലപ്പോൾ ഒരു ആഹാരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാകാം അയാൾക്ക് ഒരു അസുഖം ആ രോഗിയാവുന്നത്. അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദം പറയും. അത് ആഹാരത്തിൻ്റെ രീതി. അതുകൊണ്ടാണ് പഥ്യാനുഷ്ഠാനങ്ങൾ ആയുർവേദത്തിൽ അത്രയും പ്രാധാന്യമുള്ളത്. അത് ചികിത്സയെ സംബന്ധിച്ച് പറയുമ്പോൾ പഥ്യമില്ലാതെ ചികിത്സയില്ല, അല്ലെങ്കിൽ പഥ്യമില്ലാതെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. പഥ്യം മാത്രമായി ഉപയോഗിച്ചാൽ തന്നെ ചികിത്സ ആകുകയും ചെയ്യും എന്ന് പറയും. ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മളിപ്പം എന്താ പറയുക, ചില അച്ചാർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും അസിഡിറ്റി വരും, അതുപോലെ അൾസറേഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് മരുന്ന് ഒരു ആൻറ്റാസിഡ് മേടിച്ച് കഴിക്കുന്നതിനേക്കാൾ ഉപരി ആ അച്ചാർ കഴിക്കുന്ന രീതി മാറുക, അതിന് പകരം അല്പം കുമ്പളങ്ങയോ അല്ലെങ്കിൽ വെള്ളരി പോലത്തെ ആൽക്കലൈൻ ഉള്ള ആഹാരം കഴിച്ചാൽ ആ ജീവിത രീതി മാറുമ്പോൾ അസുഖം അവിടെ മാറുന്നുണ്ട്. അങ്ങനെ ആ മനുഷ്യനെ മൊത്തത്തിലൊരു മനുഷ്യനായി എടുത്ത് ചികിത്സിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, മനസ്സും ശരീരവുമായിട്ടുള്ള ബന്ധം ആയുർവേദം വളരെ നേരത്തെ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം വളരെ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് മോഡേൺ മെഡിസിനിൽ തന്നെ ഒരു വിങ് തന്നെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളിൽ പറയുന്ന ഒരു ന്യായങ്ങളുണ്ട്. അത് പറയുന്നത് തപ്തഘൃത ഘടന്യായം എന്ന് പറയും. അതായത് ചൂടുള്ളൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു വെച്ചാൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നെയ്യ് ഉരുകും. തിരിച്ച് ഒരു ചെമ്പ് പാത്രത്തിലേക്ക് ചൂടുള്ള നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ നെയ്യുടെ ചൂട് കൊണ്ട് പാത്രത്തിനും ചൂടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ വ്യാധികൾ പലപ്പോഴും ശരീരത്തിൽ പ്രകടമാവാറുണ്ട്. അതുപോലെ ദീർഘകാലം നീണ്ടിരിക്കുന്ന പല അസുഖങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും രോഗികൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കമ്പയർ ചെയ്ത് ആ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ആയുർവേദത്തിൻ്റെ ഒരു പ്രത്യേകത. അത് ബാക്കിയുള്ള പല കമ്പയർ ചെയ്യുന്ന ബാക്കിയുള്ള പല സയൻസുകളെയും വെച്ചിട്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു അപ്രോച്ച് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ആയുർവേദത്തിന് ഉള്ളത്.